ഹായ് ഗൈസ്, ഇന്ന് നമുക്ക് സ്പടികം സണ്ണി മെയിൻ വില്ലനായിട്ട് അഭിനയിച്ച ലാത്തി എന്ന പടത്തിന്റെ റിവ്യൂയിലേക്ക് കിടക്കാം. അപ്പോൾ സിനിമ ഇറങ്ങിയിട്ട് 2-3 ദിവസമായ റിവ്യൂസ് ഒക്കെ ഞാൻ കണ്ടു. വളരെ മോശമായിട്ട് തന്നെ ചിലരൊക്കെ പറയുന്നുണ്ട് റിവ്യൂസ്. പക്ഷേ ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്, അല്ലെങ്കിൽ വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള വൃത്തിയായിട്ടുള്ള ഒരു ഫിലിം തന്നെയാണ് ലാത്തി. ഒരു സാധാ കോൺസ്റ്റബിളിന്റെ ജീവിതത്തിൽ നടക്കുന്ന ഒരു കാര്യങ്ങളാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. ഒരിക്കലും തെറി എന്ന പടത്തിന്റെ ഒരു കോപ്പി ആയിട്ടോ അല്ലെങ്കിൽ വേറൊരു പടത്തിന്റെ കോപ്പി ആയിട്ടോ നമുക്ക് ഇത് കാണാൻ സാധിക്കില്ല. അത്രയ്ക്കും വലിയ സ്റ്റോറീസ് ഒന്നും അല്ല ഇതിൽ പറയുന്നത്. നോർമലായിട്ടുള്ള സ്റ്റോറി പറയുന്നത് കണക്ട് ചെയ്ത് പോകുന്നു. പിന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് തോന്നുന്നത് അവസാനത്തെ ഒരു ക്ലൈമാക്സ് സീൻസ് ഒക്കെയാണ്. മുരുകാനന്ദൻ എന്ന പോലീസ്, നീലാങ്കരി പോലീസ് സ്റ്റേഷനിലെ ഒരു സാധാ കോൺസ്റ്റബിള് സീനിയേഴ്സ് പറയുന്നുണ്ട്, അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥൻ പറഞ്ഞിട്ട് ഒരാളെ ഇടിക്കുകയൊക്കെ ചെയ്യുന്നു. അതിൻ്റെ ഭാഗമായിട്ട് സസ്പെൻഡ് ചെയ്യുന്നു. ആ സസ്പെൻഷൻ മാറ്റാനായിട്ട് പല പോലീസുകാരുടെ കാല് പിടിക്കുന്ന ശേഷം ഡ്യൂട്ടിക്ക് തിരിച്ച് കയറിയതിനു ശേഷം ചില ഇൻസിഡൻസ് വരുന്നു, ചില കാര്യങ്ങൾ നടക്കുന്നു, കുറേ ട്വിസ്റ്റുകൾ നടക്കുന്നു. അതൊക്കെ എങ്ങനെ നായകൻ ഡീൽ ചെയ്യുന്നു, അല്ലെങ്കിൽ നായകൻ അതൊക്കെ എങ്ങനെ സോൾവ് ചെയ്ത് കൊണ്ടുപോകുന്നു എന്നാണ് നമുക്ക് ഈ സിനിമയിൽ കാണാൻ സാധിക്കുന്നത്. വിശാലിന്റെ വൈഫായിട്ട് വളരെ നാൾക്ക് ശേഷം സുനീന അഭിനയിക്കുന്നുണ്ട്. വളരെ ഡീസൻ്റ് ആയിട്ടുള്ള ഒരു അഭിനയമായിരുന്നു. സ്പടികം സണ്ണി ഈ സിനിമയിൽ നല്ലൊരു റോൾ നമുക്ക് സ്പടികം സണ്ണി ചെയ്തിട്ടുണ്ട്. അത് മനോഹരമായി, ഭാഷ അറിയത്തില്ലെങ്കിലും വളരെ മനോഹരമായിട്ട് തന്നെ ആ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഈ സിനിമയുടെ ഒരു കഥയുടെ കാലം, ഒരു മേക്കിങ്ങിന്റെ കാലം ഏറ്റവും മെയിൻ ആയിട്ട് പറയേണ്ടത് വിശാലിന്റെ അഭിനയമാണ്. ക്ലൈമാക്സ് സീൻസിലെല്ലാം വിശാൽ അഭിനയിച്ചിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് വിശാൽ അഭിനയിച്ചിരിക്കുന്നത്. ഓൾറെഡി വിശാൽ അഭിനയത്തിൽ കുറച്ച് ടോപ്പ് ലെവലിലാണ് നിൽക്കുന്നത് ഈ സിനിമയിൽ. അതുപോലെ തന്നെ സംവിധായകൻ വളരെ നന്നായിട്ട് തന്നെ യൂസ് ചെയ്തിട്ടുമുണ്ട്. സിനിമയുടെ മർഡറും കാര്യങ്ങളും ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഈ സിനിമയ്ക്ക് അത് പോയിക്കൊണ്ടിരിക്കുമ്പോഴും അവസാനത്തെ ക്ലൈമാക്സ് സീനിൽ ഈ നമ്മുടെ വിശാൽ സാധാ കോൺസ്റ്റബിൾ എന്ത് ചെയ്യും, എങ്ങനെയൊക്കെ ചെയ്യും, എങ്ങനെ സോൾവ് ചെയ്യും എന്നൊക്കെ നമുക്കൊരു ആശങ്ക ഉണ്ടായിരിക്കും. പക്ഷെ അതൊക്കെ കടത്തി വെട്ടി സിനിമയുടെ ക്ലൈമാക്സ്, അതായത് അവസാനത്തെ 45 മിനിറ്റ് ക്ലൈമാക്സ് എന്ന് നമുക്ക് പറയാം, ക്ലൈമാക്സ് സ്റ്റണ്ട് എന്ന് പറയാം. ഈ 45 മിനിറ്റ് 100 കണക്കിന് വില്ലന്മാരെ അടിച്ചിടുന്ന, അല്ലെങ്കിൽ അവിടെ ഒരു സീൻ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ കുറച്ച് സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അത് വളരെ എന്താ പറയുക, വിശ്വസിക്കുന്ന രീതിയിൽ ആയിരുന്നു നമുക്കത് കാണാൻ സാധിക്കുന്നത്. മെയിനായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഈ കൈതി എന്ന പടത്തിൻ്റെ അകത്ത് അവസാനം കാർത്തി മറ്റേ ഗണ്ണും വെച്ച് വെടിവെക്കുമ്പോൾ നമ്മൾ പോസ്റ്റേഴ്സ് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് എന്ത് പടമാണ്, അല്ലെങ്കിൽ ഇതെങ്ങനെ ഇവനൊക്കെ, അല്ലെങ്കിൽ മുണ്ടും എടുത്ത് ഒരു ഇതുപോലത്തെ ഗണ്ണൊക്കെ വെച്ച് വെടിവെക്കുന്നത് എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ ആ സിനിമ കണ്ടുവരുമ്പോൾ അവൻ അങ്ങനെ ചെയ്തതിൽ ഒരു കുഴപ്പമില്ല. കാരണം അങ്ങനെ ചെയ്യണം, ആ സിറ്റുവേഷനിൽ അങ്ങനെയായിരുന്നു ചെയ്യേണ്ടത്. അത് കാർത്തി മുണ്ടെടുത്ത് ഇത് വെടിവെച്ചു ആരും ഒരു തെറ്റും പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെയാണ് ഒരു സാധാ കോൺസ്റ്റബിൾ തൻ്റെ പ്ലാൻസ് ഒക്കെ വെച്ച് അവസാനം അത് മെയിൻറ്റെയിൻ ചെയ്ത് അവസാനം ഇത്രയും പേരെ അടിച്ചിടുന്നു, അല്ലെങ്കിൽ ഇത്രയും പേരെ അടിച്ചമർത്തുന്നു. ഇത് നമുക്ക് വളരെ വിശ്വസനീയമായി തന്നെ സംവിധായകൻ എടുത്തിട്ടുണ്ട്. സോ എല്ലാവരും തിയേറ്ററിൽ പോയി കാണേണ്ട ഒരു മസ്റ്റ് വാച്ച് പടം തന്നെയായിരിക്കും ലത്തി. കാരണം മൊബൈലിൽ കണ്ടാലൊന്നും ആ എഫക്റ്റ്, ആ മുഴക്കം, അല്ലെങ്കിൽ ആ നിലവിളി ശബ്ദം ഒന്നും നമുക്ക് കേൾക്കാൻ ചാൻസ് ഇല്ല. നമുക്ക് തിയേറ്ററിൽ തന്നെ അത് പോയി നന്നായിട്ട് രസിച്ച് തന്നെ ഈ സിനിമ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. ഉറപ്പായിട്ടും വൃത്തിയായിട്ടുള്ള ഫിലിമാണ്. എല്ലാവരും ബാഡ് കമൻറ്റ്സ് അല്ലെങ്കിൽ ബാഡ് റെസ്പോൺസ് വേണ്ടിയിട്ടൊന്നും വീട്ടിലിരിക്കേണ്ട. സിനിമ എല്ലാവരും പോയി കാണുക, നല്ലൊരു പടമാണ്.